അല്ല, പാടത്തേക്കൊക്കെ ഇറങ്ങിയപ്പോ നമ്മുടെ ഭക്ഷണ രീതി തന്നെ അങ്ങോട്ട് മാറിയല്ലേ? ഇവിടെ ഇരുന്ന് ആരെങ്കിലും ബിരിയാണി കഴിക്കുമോ അങ്കിളെ? ഈ വരമ്പത്തിരുന്ന് ഇതൊക്കെ കഴിക്കുന്നതാ ഒരു സുഖം. മോള് കഴിച്ചോ? അതെ, കാന്താരി മുളകിട്ട് മീൻകറിയാ. ഒരുപാടൊന്നും എടുത്ത് കഴിക്കാൻ നിക്കല്ലേ. അതെ, എത്ര കാലമായി ഇതുപോലൊരു ഇരിപ്പിരുന്നിട്ടും ആസ്വദിച്ച് ആഹാരം കഴിച്ചിട്ടും ഇല്ലേ? അല്ല ശരവണ, കുത്തി കളിച്ചിട്ടേ ശരീരത്തിന് വല്ല വേദന ഉണ്ടാ? எனக்கு இது என்ன சார், இதிலும் பெரிய வேலையெல்லாம் நான் செய்திருக்கு. ஆனா இந்த பாடத்தை இறங்குறது ஃபர்ஸ்ட் டைம். അച്ഛന് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ പാടത്തിന്റെ കാഴ്ചകളൊക്കെ കാണുമ്പോ ജീവിതത്തിനൊക്കെ വേറൊരു രീതിയിൽ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ കൃഷിയുടെ കാര്യം പറഞ്ഞ ഇയാൾ ഇത്ര ആവേശം കാണിക്കുമ്പോഴേ താൻ എന്താ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്തൊരു അനുഭവം തന്നെ അല്ല. എന്നിട്ടും എന്താ ആളുകൾ ഇതിലേക്ക് ഇറങ്ങാത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. മടി തന്നെ രഘു. ആർക്കും ചെളിയും ചേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി തന്നെ വേണം. അപ്പോ കാലം കുറെ കഴിയുമ്പോ പാടം തരിശായിട്ട് തന്നെ കിടക്കും. കയ്യൂക്കുള്ളവൻ അത് നികത്തി കെട്ടിടങ്ങൾ പണിയും. നമ്മളാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികൾ മേടിച്ച് ഓണത്തിനും വിഷുവിനൊക്കെ അതെടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കും. ஆமா, அது சரி, அது சரியா. അതെ, ഇനി ഏതായാലും ഓണത്തിനും വിഷുവിനും ആര് തമിഴ്നാട്ടിലെ പച്ചക്കറി കാത്തിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു കാത്തിരിപ്പില്ല. മോളെ, നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ഈ പാടത്ത് കൃഷി ചെയ്യും. சரி, എല്ലാം പെട്ടെന്ന് കഴിച്ചോ. ഈ പണിയെടുക്കുന്നതിനിടയിലേ ഇടവേളകൾ ഒരുപാടൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. കണ്ട അവന്റെ യഥാർത്ഥ സ്വഭാവം വെളിവരുന്ന കണ്ട. പിന്നല്ലാതെ ഇവിടെ ഇരുന്ന് കുഴപ്പമില്ലേ, പണി നടക്കില്ല. അമ്മാവൻ പെട്ടെന്ന് കഴിച്ചേ. ഞാൻ മോക്ക് കൊടുക്കട്ടെ. ആ, മോള് കഴിച്ചേ. കഴിക്കും മോളെ. നല്ല സ്വാദാ. കല്യാണി, ഇനി വന്നേ. എന്താ അച്ഛാ? നിത്യ